ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് സേമിയ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തിന്നായിട്ടുള്ള വണ്ണം കുറഞ്ഞിട്ടുള്ള സേമിയ ആണെങ്കിൽ അതാണ് നല്ലത്. ഞാനിവിടെ സേമിയ ഇല്ലാത്ത കാരണം കുനാഫയുടെ ആ ഒരു സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നെയ്യോ ബട്ടറോ ഇട്ടിട്ട് നല്ല പോലെ വറുത്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് കരിയിച്ചെടുക്കണ്ട. ഇതുപോലെ ഈ ഒരു കളറാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വറുത്ത ഈ ഒരു സേമിയ ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു ബൗളിൽ 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇത് നല്ല പോലെ നമുക്കൊന്ന് അടിച്ചെടുക്കുക. അത് മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. മിക്സിയിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏലക്കും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഏലക്കും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ ഒന്ന് പതിപ്പിച്ചെടുക്കുക കേട്ടോ കോഴിമുട്ട. അപ്പോൾ മിക്സിയിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അപ്പോൾ മൈദ നിർബന്ധമൊന്നുമില്ല. മൈദ ചേർക്കാതെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ട് പോകും കേട്ടോ. അപ്പോൾ മൈദ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൈദ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് അങ്ങനെ വേണേലും ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ കുറച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നമ്മളിതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏത് ടൈപ്പ് സേമിയ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സേമിയ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് മാത്രം മതി ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ആ ഒരു മുട്ടയുടെയും സേമിയയുടെയും ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ പാൻ തട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കട്ടിയായിട്ടുണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നമ്മൾ നേരത്തെ കുറച്ച് ഫ്രൈ ചെയ്ത സേമിയ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വേറെ എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. ഇല്ലെങ്കിൽ തേങ്ങ ചിരകിയത് വേണമെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാം. അതൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 6 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ നെയ്യോ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഓയിലോ നെയ്യോ നിങ്ങൾ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് ചട്ടകം വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഭാഗം കൂടെ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ കുറച്ച് സമയം കൂടെ ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. വെറും അതും ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ മുകൾ ഭാഗം നല്ല പോലെ തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ആ സേമിയ ഉണ്ടല്ലോ നല്ല ക്രിസ്പായിട്ടാവും ഉണ്ടാവുക. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. സേമിയ പോള എന്ന് പറയില്ല കേട്ടോ. പോളയിൽ നമ്മൾ മൈദ ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.